നമസ്കാരം. യഥാർത്ഥത്തിൽ നമസ്കാരം എന്നല്ല പറയേണ്ടതെന്ന് ഞാൻ ഇതിനു മുമ്പുള്ളൊരു യൂട്യൂബ് സീരിയലിൽ പറഞ്ഞിരുന്നു. യൂട്യൂബിൻ്റെ ഈ എപ്പിസോഡ്, അതായത് ഇത് മലയാളം ടൂൾ ബോക്സ് ടോക്ക് എന്ന പേരിലുള്ള സീരിയലാണ്. ഈ സീരീസിൻ്റെ മൂന്നാമത്തെ ഭാഗമാണ്. അതിലേതോ ഒരു ഭാഗത്ത് ഞാൻ പറഞ്ഞിരുന്നു, ടൂൾ ബോക്സ് ടോക്ക് സർവ്വസാധാരണമായി നടക്കുന്നത് പ്രഭാതങ്ങളിലാണ്, ജോലി തുടങ്ങുന്നതിന് മുമ്പാണ്. അപ്പോൾ ഉചിതമായ വാക്ക് ഗുഡ് മോർണിംഗ് എന്നുള്ളതാണ്. അഥവാ മലയാളത്തിലാണ് പറയണമെങ്കിൽ സുപ്രഭാതം എന്ന് പറഞ്ഞു തുടങ്ങാം. അപ്പോൾ നമസ്കാരത്തിന് വലിയ പ്രസക്തിയില്ല. എങ്ങനെയായാലും ഇത് ഒരു പ്രഭാതത്തിലല്ല ഞാൻ തരുന്നതെന്ന് നിങ്ങൾക്കറിയാം. ടൂൾ ബോക്സ് ടോക്ക് കൊടുക്കേണ്ടതിന് ആവശ്യമായിട്ടുള്ള PPE പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെൻറ്റ് ഞാൻ ധരിച്ചിട്ടില്ലെന്നും അറിയാം. എന്നെ ശ്രവിക്കുന്ന നിങ്ങളും PPE പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെൻറ്റ് ധരിച്ചിട്ടില്ല എന്നറിയാം. നിങ്ങളും ഒരു പക്ഷേ വീടുകളിലോ ഓഫീസിലോ കോളേജിലോ സ്കൂളിലോ ഓഫീസുകളിലോ ജോലി സ്ഥലങ്ങളിലോ ഇരുന്നു കൊണ്ടാണ് ശ്രദ്ധിക്കുന്നതെന്നും എനിക്കറിയാം. അപ്പം അതുകൊണ്ട് തൽക്കാലം ക്ഷമിക്കുക. ഗുഡ് മോർണിംഗിന് പകരം നമസ്കാരം പറഞ്ഞാൽ തൽക്കാലം ക്ഷമിക്കുക. കാരണം ഒന്നേ ഉള്ളൂ, ഞാൻ PPEക്ക് ആവശ്യമായ ഹെൽമെറ്റ് വെച്ചിട്ടില്ല, സേഫ്റ്റി ഗോഗിൾസ് വെച്ചിട്ടില്ല, കവറോൾ ഉടുത്തിട്ടില്ല, ഗ്ലൗസ് ഇല്ല കയ്യിൽ, സേഫ്റ്റി ഷൂവില്ല. മണ്ടേറ്ററി PPE 4 എണ്ണമില്ല. കാരണം ഞാൻ ഈ യൂട്യൂബ് അപ്ലോഡിങ് നടത്തുന്നത് എൻ്റെ ഭവനത്തിൽ നിന്നുകൊണ്ടാണ്. യൂട്യൂബിലൂടെ ടൂൾ ബോക്സ് ടോക്കിലെ ചില പോയിന്റുകൾ പഠിച്ചെടുക്കാൻ ചിലവരെ സഹായിക്കുന്ന ഒരു വേദി മാത്രമാണ് എൻ്റെ മലയാളം ടൂൾ ബോക്സ് ടോക്ക് എന്ന പേരിലുള്ള ഈ സീരീസ്, ഈ പരമ്പര. അതിൻ്റെ മൂന്നാം ഭാഗമാണ്. ഏവരെയും സഹർഷം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. രണ്ടാമത്തെ എപ്പിസോഡിൽ, അതായത് കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞ പല കാര്യങ്ങളുണ്ട്. അതിൽ ഒരു കാര്യം, സേഫ്റ്റി 4 തരത്തിലുണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഓർമ്മയുണ്ടോ? സെൽഫ് സേഫ്റ്റി, അതേഴ്സ് സേഫ്റ്റി, ടൂൾസ് ആൻഡ് എക്യുപ്മെൻറ്റ് സേഫ്റ്റി, ഏറ്റവും അവസാനം 4ാമത്തേത് മെറ്റീരിയൽ സേഫ്റ്റി. അതിൽ സെൽഫ് സേഫ്റ്റിയെക്കുറിച്ച് ഞാൻ ഒരുപാട് പറഞ്ഞിട്ടുണ്ടാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. സേഫ്റ്റി എന്ന് കേൾക്കുമ്പോൾ, സുരക്ഷ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്ന ഒന്നാമത്തെ കാര്യം നമ്മുടെ സുരക്ഷ എന്നാണ്. നമ്മുടെ ശരീരത്തിൽ ഒരു മുറിവുണ്ടാവരുത്, നമ്മുടെ ശരീരത്തിൽ ഭാവിയിലാണെങ്കിലും ഒരു രോഗം വരരുത്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മുടെ ധാരണയിൽ വരുന്നത്. പക്ഷേ സെൽഫ് സേഫ്റ്റി, അതായത് നമ്മുടെ തന്നെ സേഫ്റ്റിയെ പോലെ പ്രാധാന്യമുള്ളതാണ് അടുത്ത 3 സേഫ്റ്റികളും. രണ്ടാമത്തെ സേഫ്റ്റി എന്താണ്? അതേഴ്സ് സേഫ്റ്റി, മറ്റുള്ളവരുടെ സേഫ്റ്റി. ഞാൻ വർക്ക് ചെയ്യുന്നു, പക്ഷെ ഞാൻ സുരക്ഷിതനാണ്. പക്ഷെ മറ്റുള്ളവർ സുരക്ഷിതനാവാതിരിക്കുകയോ അയാൾക്ക് ഞാൻ മൂലം ഒരു അപകടം വരികയോ ചെയ്തു കഴിഞ്ഞാൽ എൻ്റെ നെറ്റിയിൽ എഴുതി വെക്കണം, ഐ ആം നോട്ട് എ ഗുഡ് സ്കിൽഡ് വർക്കർ, ഞാൻ നല്ലൊരു സ്കിൽഡ് വർക്കർ അല്ല എന്ന് എഴുതി വെക്കണം. സ്കിൽഡ് വർക്കറിനെ കുറിച്ചൊക്കെ കഴിഞ്ഞ എപ്പിസോഡുകളിൽ പറഞ്ഞതാണ്. സ്കിൽഡ് വർക്കർ ആവുക എന്നതാണ് എൻ്റെയും നിങ്ങളുടെയും ലക്ഷ്യം. അത് ഏത് ഫീൽഡിലായാലും, അത് എൻജിനീയറിംഗ് ഫീൽഡ് തന്നെ ആവണമെന്നില്ല. ഏത് ഫീൽഡിലായാലും അതിൻ്റെ അഭ്യുന്നതയിലെത്തുക എന്നത് സൂചിപ്പിച്ചുകൊണ്ട് ഞാനൊരു കഥ പറഞ്ഞിരുന്നു കഴിഞ്ഞ ഏതോ ഒരു സീരീസിൽ. ഒരു അമേരിക്കൻ പ്രസിഡൻറ്റിൻ്റെ കഥ അല്ലേ? അത് ആവർത്തിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എങ്കിൽ അതിൻ്റെ സാരാംശം എന്താണ്? അമേരിക്കൻ പ്രസിഡന്റ് കുഞ്ഞായിരിക്കുന്ന സന്ദർഭത്തിൽ പിതാവ് ചോദിച്ചു, ഭാവിയിൽ നിനക്ക് ആരാകണമെന്ന് അല്ലേ? പലരും പറയാൻ സാധ്യതയുള്ള ഉത്തരം എഞ്ചിനീയർ ആവണം, ഡോക്ടർ ആവണം, കലക്ടർ ആവണം, ജഡ്ജ് ആവണം, അങ്ങനെയൊന്നൊക്കെയാണ്. അപ്രകാരം ഒരു ഉത്തരം തന്നെയാണ് ഈ
കുട്ടിയും പറഞ്ഞത്. പക്ഷേ പിതാവ് എന്താണ് പറഞ്ഞത്? നീ ഇതൊന്നുമായില്ലെങ്കിലും എനിക്കൊരു കുഴപ്പവുമില്ല, നീ കളക്ടറായില്ലെങ്കിലും എനിക്ക് കുഴപ്പമില്ല, ഡോക്ടറായില്ലെങ്കിലും ഒരു കുഴപ്പമില്ല, എൻജിനീയർ ആയില്ലെങ്കിലും ജഡ്ജായില്ലെങ്കിലും പ്രൊഫസറായില്ലെങ്കിലും പ്രിൻസിപ്പളായില്ലെങ്കിലും എനിക്ക് കുഴപ്പമില്ല. പക്ഷേ നീ മണ്ണ് വെട്ടുകാരനായാൽ പോലും ഞാൻ വിഷമിക്കില്ല. പക്ഷേ നീ മണ്ണ് വെട്ടുകാരനാണ് ആവുന്നതെങ്കിൽ ബാക്കി നിങ്ങളൊന്ന് പറയൂ. എന്നെ ശ്രവിച്ചവർ ഓർമ്മിക്കുന്നുണ്ടെങ്കിൽ പറയൂ. നീ ഒരു മണ്ണ് വെട്ടുകാരനാണ് ആവുന്നതെങ്കിൽ, അമേരിക്കൻ പ്രസിഡന്റിൻ്റെ പിതാവ് അദ്ദേഹത്തോട് പറഞ്ഞു, നീ ഒരു മണ്ണ് വെട്ടുകാരനാണ് ആവുന്നതെങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ മണ്ണ് വെട്ടുകാരനാകണം, ലോകത്തിലെ ഏറ്റവും പ്രതിഭാശാലിയായ മണ്ണ് വെട്ടുകാരനാവണം. ഞാനതിന് ശേഷം ബിർളയെക്കുറിച്ച് പറഞ്ഞു, ടാറ്റയെക്കുറിച്ച് പറഞ്ഞു, അംബാനിയെക്കുറിച്ച് പറഞ്ഞു, അല്ലേ? ചെറിയ ജോലികളിൽ നിന്ന് തുടങ്ങി ഇന്ത്യയിലെയോ ലോകത്തിലെ തന്നെയോ ഏറ്റവും വലിയ ധനാഢ്യരായി അവർ നിലകൊള്ളുന്നു. നാം ഏത് ജോലിയിലായാലും, ഞാൻ എഞ്ചിനീയറിംഗ് ഫീൽഡുമായി ബന്ധപ്പെട്ടാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. എഞ്ചിനീയറിംഗ് ഫീൽഡുമായി ബന്ധപ്പെട്ട സേഫ്റ്റിയെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ആ എഞ്ചിനീയറിംഗിൽ തന്നെ ഞാൻ സിവിലിനെ കുറിച്ച് ഞാൻ കൂടുതലായിട്ട് പറയുന്നില്ല. മെക്കാനിക്കൽ എഞ്ചിനീയറിങ്ങിനെ കുറിച്ചാണ് ഞാൻ കൂടുതലായിട്ട് പറയുന്നത്. സ്ട്രക്ചറൽ എഞ്ചിനീയറിങ്ങിനെ കുറിച്ചാണ്, ഫാബ്രിക്കേഷൻ എഞ്ചിനീയറിങ്ങിനെ കുറിച്ചാണ്, പൈപ്പിങ്ങിനെ കുറിച്ചും ഒക്കെയാണ് ഞാൻ പറയുന്നത്. പക്ഷേ ഈ എഞ്ചിനീയറിങ്ങുമായി ബന്ധമില്ലാതെ വേറെ എത്രയോ മേഖലകളുണ്ട്. ആ മേഖലകളിലും നമുക്ക് അപകടം വരരുത്. അടുക്കളയിൽ ജോലി ചെയ്യുമ്പോഴും നമുക്ക് അപകടം വരരുത്. റോഡിലൂടെ നടന്നു പോകുമ്പോഴും നമുക്ക് അപകടം വരരുത്. ഓഫീസിലായിരിക്കുമ്പോഴും നമുക്ക് അപകടം വരരുത്. ഇതെല്ലാം സൂചിപ്പിക്കുകയാണ് ടൂൾ ബോക്സ് ടോക്കിൻ്റെ ലക്ഷ്യം. പറയുമ്പോൾ എഞ്ചിനീയറിങ്ങിനെ കുറിച്ച് മാത്രമേ പറയൂ, എഞ്ചിനീയറിങ്ങിലെ സേഫ്റ്റിയെക്കുറിച്ച് മാത്രമേ പറയൂ. അത് പക്ഷെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാം. അടുക്കളയിൽ പ്രാവർത്തികമാക്കാം, റോഡിലൂടെ നടക്കുമ്പോഴോ വണ്ടി ഓടിക്കുമ്പോഴോ പ്രാവർത്തികമാക്കാം, ഓഫീസിലായിരിക്കുമ്പോഴോ കളിക്കുമ്പോഴോ പ്രാവർത്തികമാക്കാം, ജീവിതത്തിൻ്റെ പല ഘട്ടങ്ങളിൽ പ്രാവർത്തികമാക്കാം. അപ്പോൾ എഞ്ചിനീയറിംഗ് ഫീൽഡിലെ സേഫ്റ്റിയെ 4ആയി തിരിച്ചിരിക്കുന്നതിൽ സെൽഫ് സേഫ്റ്റിയെക്കുറിച്ച് എനിക്ക് അധികമൊന്നും പറയേണ്ട ആവശ്യമില്ല. കാരണം സേഫ്റ്റി എന്ന വാക്ക് കേൾക്കുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിൽ ഒന്നാമതായി വരുന്നത് നിങ്ങളുടെ സേഫ്റ്റിയെക്കുറിച്ചാണ്. നിങ്ങൾ തന്നെ നോക്കും, നിങ്ങളുടെ ജോലി സ്ഥലത്താണെങ്കിൽ നിങ്ങൾ നോക്കും, യഥാർത്ഥ സ്ഥാനത്ത് ഗോഗൽസ് ഉണ്ടോ, ഹെൽമെറ്റ് ഉണ്ടോ. ചിലവർ ഹെൽമെറ്റൊക്കെ എടുത്ത് താഴെടുത്ത് വെച്ച് കാറ്റ് കൊള്ളാനൊക്കെ ഇരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കും. സേഫ്റ്റി എന്ന് പറയുമ്പോൾ സ്വന്തം സേഫ്റ്റിയെക്കുറിച്ചാണ്. മറ്റുള്ളവരുടെ സേഫ്റ്റി എങ്ങനെയാണ്? ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഗ്രൈൻഡ് ചെയ്യുകയാണെന്ന് കരുതുക. ഞാൻ ഗ്രൈൻഡ് ചെയ്യുമ്പോൾ എനിക്ക് സേഫ്റ്റി കിട്ടാൻ വേണ്ടി ഞാൻ PPE ധരിച്ചിട്ടുണ്ട്. അഡീഷണൽ PPE എന്ന് പറയാൻ ഫേസ് മാസ്ക് ധരിച്ചിട്ടുണ്ട്, ഇയർ പ്രൊട്ടക്ഷൻ ധരിച്ചിട്ടുണ്ട്, ഗ്ലൗസ് ധരിച്ചിട്ടുണ്ട്. അങ്ങനെ ഞാൻ എല്ലാ തരത്തിലും സുരക്ഷിതനാണ്. എനിക്ക് അപകടമൊന്നും പറ്റില്ല, 99% അപകടം പറ്റില്ലെന്ന് PPE മുഖേന എനിക്ക് ബോധ്യമായി. ഇനി ഞാൻ സ്കിൽഡും കൂടി ആയിരുന്നാൽ എനിക്ക് 100% അപകടം പറ്റില്ല. പക്ഷേ എൻ്റെ അപ്പുറം 1 മീറ്റർ അകലെ, അല്ലെങ്കിൽ 2 മീറ്റർ അകലെ, അതുമല്ലെങ്കിൽ കുറച്ചധികം മീറ്റർ അകലെ വേറൊരാൾ വർക്ക് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ വേറെ അധികം പേര് ജോലി ചെയ്യുന്നുണ്ട്. അവരും കൂടി സുരക്ഷിതരാവണമെങ്കിൽ എന്ത് ചെയ്യണം? പലത് ചെയ്യാനുണ്ട്. ഗ്രൈൻഡിങ്ങിൻ്റെ മെറ്റൽ, സ്പാറ്ററിങ്, അവരുടെ ശരീരത്തിൽ തെറിച്ച് വീഴരുത്, അവരുടെ കണ്ണിൽ തെറിച്ച് വീഴരുത്. അപ്പം അതിനെന്ത് ചെയ്യണം? വ്യക്തമായ ബോർഡ്, ഷീൽഡ്, സ്ക്രീൻ, അങ്ങനെയൊക്കെ പറയാം. ചിലർ സ്ക്രീൻ എന്ന് പറയും, ചിലർ ബോർഡ് എന്ന് പറയും. അതായത് അങ്ങോട്ടേക്ക് മെറ്റൽ പോവാതിരിക്കാൻ 1 മീറ്ററോ അതിൽ കൂടുതൽ മീറ്ററോ നീളവും വീതിയുമുള്ള ഒരു മെറ്റൽ ബോർഡായിരിക്കും കൂടുതൽ നല്ലത്. ഫയർ ബ്ലാങ്കറ്റ് കൊണ്ടും ചിലർ ഇപ്രകാരം സ്ക്രീൻ ഉണ്ടാക്കാറുണ്ട്. അതും നല്ലത് തന്നെ. ഒരിക്കലും കടലാസ് കൊണ്ടോ അല്ലെങ്കിൽ കാർഡ് ബോർഡ് കൊണ്ടോ അല്ലെങ്കിൽ തുണി കൊണ്ടോ ഇപ്രകാരം സ്ക്രീൻ ഉണ്ടാക്കരുത്. അതൊരു വലിയ അപകടത്തെ ക്ഷണിച്ചു വരുത്തും. മെറ്റൽ
ഈ ഗ്രൈൻഡിങ് സ്പാറ്ററിങ് മുഴുവൻ ആ തുണിയിൽ പോയി ഒരുമിച്ച് മുട്ടി അതിന് തീ പിടിക്കും. അത് മറ്റൊരു അപകടം ഇല്ലാതാക്കാൻ ചെയ്തു, അത് വലിയ അപകടമാക്കി മാറ്റുന്നൊരവസ്ഥ. അപ്പോൾ തുണി പോലുള്ള വസ്തുക്കളല്ല സ്ക്രീനായിട്ട് ഉപയോഗിക്കേണ്ടത്, കടലാസ് പോലെയോ കാർഡ് ബോർഡ് പോലുള്ള വസ്തുക്കളല്ല, പകരം മെറ്റൽ കൊണ്ടുള്ളതായിരിക്കും കൂടുതൽ ഉചിതം. ഒരിക്കലും മരത്തിൻ്റെയും ഉപയോഗിക്കരുത്, മരവും തീ പിടിക്കുന്ന വസ്തുവാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു വസ്തു ഉപയോഗിച്ച് സ്ക്രീൻ വെക്കണം. അതുകൊണ്ടുമായില്ല, ഇവിടെ ഈ ആക്ടിവിറ്റിയൊക്കെ നടക്കുകയാണ്, ഈ പ്രവർത്തനങ്ങളൊക്കെ നടക്കുകയാണെന്ന് അവരറിയണം. അതിലൂടെ നടന്നു പോകുന്നവർക്ക് പോലും പ്രശ്നമുണ്ടാവരുത്. അബദ്ധവശാൽ ഇയർ പ്ലഗ് എന്ന് പറയുന്ന ചെവിയിൽ വെക്കുന്ന വസ്തു ഒരു മണ്ടേറ്ററി PPE അല്ലാത്തത് കാരണം എല്ലാവരും എല്ലാ സമയവും വയ്ക്കില്ല. നടന്നു പോകുന്ന ആൾ വയ്ക്കില്ല. പക്ഷേ നടന്നു പോകുന്നതിൻ്റെ ഇടയ്ക്കാണ് നിങ്ങളുടെ ഗ്രൈൻഡറിൽ നിന്നും വരുന്ന ഈ വലിയ ശബ്ദം അയാൾ അബദ്ധത്തിൽ കേൾക്കാനിട വരുന്നതെങ്കിൽ, ഒരു പക്ഷേ അയാൾ നടന്ന നിങ്ങളുടെ മുന്നിലെത്തുമ്പോഴായിരിക്കും നിങ്ങൾ ഓണാക്കുന്നത്. അതിൻ്റെ ശബ്ദം അപ്രകാരം കേട്ടുകൊണ്ടിരുന്നാൽ അതിൻ്റെ പ്രത്യാഘാതം എന്തെന്ന് ഞാനിതിന് മുമ്പ് പറഞ്ഞു തന്നിട്ടുണ്ട്. മറ്റു അപകടങ്ങൾ പോലെ ആ നിമിഷം അതിൻ്റെ ഭവിഷ്യത്ത് കാണാൻ പറ്റില്ല. മറ്റു അപകടങ്ങൾക്കൊക്കെ ആ ഭവിഷ്യത്തുകൾ അപ്പോൾ തന്നെ കാണാൻ പറ്റും. ഗ്രൈൻഡിങ് വീല് കൊണ്ട് കൈമുറിഞ്ഞാൽ അപ്പോൾ തന്നെ നമുക്ക് ഉത്തരം കിട്ടും, ചോര വരും. മുകളിൽ ജോലി ചെയ്യുന്ന ആൾ വ്യക്തമായ സുരക്ഷയില്ലാതെ ജോലി ചെയ്ത് താഴെ വീണാൽ അപ്പോൾ തന്നെ നമുക്ക് ഉത്തരം കിട്ടും, അയാളുടെ കാലൊടിഞ്ഞിട്ടുണ്ടാവും, കൈയൊടിഞ്ഞിട്ടുണ്ടാവും, ചിലപ്പോൾ മരിച്ചിട്ടുണ്ടാവും. പറയുമ്പോൾ വിഷമമുണ്ട്, പക്ഷേ അങ്ങനെ സംഭവിക്കാറില്ലേ? സംഭവിച്ചിട്ടില്ലേ? എത്ര പേര് രക്ഷപ്പെട്ടിട്ടുണ്ട്? അപ്പോൾ അഡീഷണൽ PPE നമ്മളെപ്പോഴും ധരിക്കുന്നില്ല. ഇയർ പ്ലഗ് അഡീഷണൽ PPE ആയത് കാരണം അതിലൂടെ നടന്നു പോകുന്നവർ ധരിക്കാറില്ല. പക്ഷെ അവർ നേരത്തെ ധരിക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തിരിക്കണം? നിങ്ങൾ ഗ്രൈൻഡ് ചെയ്യുന്ന ലൊക്കേഷന് സമീപം നിങ്ങൾക്ക് വർക്കുമായി ബന്ധപ്പെട്ട സ്ഥലം, അതായത് സ്പാറ്ററിങ് എത്ര ദൂരം വരെ തെറിച്ചു പോകാൻ സാധ്യതയുണ്ടോ അത്രയും ദൂരം നിങ്ങൾ വാണിംഗ് ടേപ്പ് 4 വശത്തും കെട്ടിവെച്ച് മുന്നിൽ ആളുകൾക്ക് കാണുന്ന രീതിയിൽ ഒരു ബോർഡ് കൂടി എഴുതി വെച്ചിരിക്കണം. നോയിസ് എന്ന് എഴുതി വെച്ചാൽ മതിയാകും, ശബ്ദം. ഏത് നാട്ടിലാണോ ആ നാട്ടിലെ ഭാഷയിൽ എഴുതി വെക്കുന്നതായിരിക്കും ഉചിതം. ഞാൻ നിങ്ങളോട് മലയാളത്തിലാണ് പറയുന്നത്. കേരളത്തിലാണ് അപ്രകാരമെങ്കിൽ ഇംഗ്ലീഷിൽ എഴുതി വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും തന്നെ മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അഥവാ മനസ്സിലാക്കാതെ പറ്റാത്തവരുടെ സ്ഥലമാണെങ്കിൽ ആ പ്രാദേശിക ഭാഷയിലും കൂടി എഴുതുക. നോയിസ് എന്നോ ശബ്ദമെന്നോ ഗ്രൈൻഡിങ് ആക്ടിവിറ്റി എന്നോ ഇയർ പ്ലഗ് എന്നോ ഇയർ പ്ലഗ് ധരിക്കുക എന്നോ എന്തെങ്കിലുമൊക്കെ ഒരു ബോർഡിൽ എഴുതി വെച്ചിരിക്കണം, മറ്റുള്ളവർ കാണത്തക്ക രീതിയിൽ. ദൂരെ നിന്ന് വരുന്നവർ അത് കണ്ട് അവർ കൂടി മുൻകൂട്ടി അത് വയ്ക്കാൻ ഇടവരണം. മറ്റുള്ളവരുടെ കൂടി സേഫ്റ്റി നാം കരുതിയിട്ട് വേണം നമ്മുടെ ജോലി തുടങ്ങാൻ. അല്ല എങ്കിൽ നാം ഒരു സ്കിൽഡ് വർക്കർ അല്ലാതായി മാറുന്നു. നമ്മളെ സെമി സ്കിൽഡ് എന്ന് പോലും വിളിക്കാൻ പറ്റാതെ നോൺ സ്കിൽഡ് വർക്കർ എന്ന ലെവലിലേക്കോ അതിലും താഴെ ഒരു ലെവലുണ്ടെങ്കിൽ ആ ലെവലിലേക്കോ താഴ്ത്തേണ്ടി വരും. അതിന് ഇടവരരുത്. സെൽഫ് സേഫ്റ്റിയോടൊപ്പം തന്നെ പ്രാധാന്യമുള്ളതാണ് അതേഴ്സ് സേഫ്റ്റി. അപ്പോൾ ഗ്രൈൻഡ് ചെയ്യുമ്പോൾ പലത് ചെയ്യേണ്ടിയിരിക്കുന്നു അല്ലേ? മറ്റുള്ളവരുടെ സേഫ്റ്റിക്ക് വേണ്ടി സ്ക്രീൻ പോലുള്ള എന്തെങ്കിലും വയ്ക്കേണ്ടി വരുന്നു, വാണിംഗ് ടേപ്പ് 4 വശവും കെട്ടിവെക്കേണ്ടി വരുന്നു, ഒരു ബോർഡ് വെക്കേണ്ടി വരുന്നു. ഇനിയും നിങ്ങൾക്ക് മറ്റുള്ളവരുടെ സേഫ്റ്റിക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യാമോ അതൊക്കെ ചെയ്യേണ്ടിയിരിക്കുന്നു. അവിടെ ജോലി ചെയ്യുന്നവർ ഇയർ പ്ലഗ് ധരിച്ചിട്ടില്ലെങ്കിൽ അവരോട് നല്ല ഭാഷയിൽ പറയുന്നത് കൂടി നല്ലതാണ്. ആശയവിനിമയം നടത്തുന്നത്, കമ്മ്യൂണിക്കേഷൻ എപ്പോഴും നല്ലതാണ്. അത് എല്ലാ സമൂഹങ്ങളിലും നല്ലതാണ്. ഞാൻ എൻ്റെ ജോലി എന്ന് മാത്രം കരുതിക്കൊണ്ട് ജീവിക്കുന്ന ഒരു ഏർപ്പാട് നല്ലതല്ല. സൗഹാർദ്ദവും സ്നേഹവും
ജോലി രംഗത്ത് പ്രകടിപ്പിക്കുമ്പോൾ ഒരുപാട് ഗുണങ്ങൾ അതുമൂലം ഉണ്ടാകുന്നുണ്ട്. അതുമൂലം ഒരുപാട് പ്രൊഡക്ഷൻ ഉണ്ടാകുന്നുണ്ട്. ഒരുപക്ഷെ മറ്റവരുടെ സഹായങ്ങൾ കൂടി നമുക്ക് ലഭ്യമാവാം. മറ്റവരുടെ സഹായം ലഭ്യമാകും എന്ന് കരുതിയല്ല പറയേണ്ടത്. സേഫ്റ്റിയുടെ രീതി ഇതാണ്. മറ്റുള്ളവരെ കൂടി ബോധവാന്മാരാക്കണം. അതുകൂടി എൻ്റെ കർത്തവ്യമാണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. കാരണം അവർ തെറ്റ് ചെയ്താൽ അവർ ചെയ്യുന്ന തെറ്റിനെ തിരുത്താനുള്ള ഒരു അധികാരം നമുക്കുണ്ട്. ഞാൻ ഇതിനു മുമ്പ് ജോലി ചെയ്തിട്ടുള്ള ഒരു കമ്പനിയുടെ ഒന്നാമത്തെ ഗേറ്റിൽ കമ്പനിയുടെ പേരല്ല എഴുതി വച്ചിരിക്കുന്നത്. വലിയ അക്ഷരത്തിൽ എഴുതിയിരിക്കുന്നത് ഇപ്രകാരമാണ്: ഈച്ച് ആൻഡ് എവരിബഡി ഹാസ് ആൻ അതോറിറ്റി ടു സ്റ്റോപ്പ് ആൻ അൺസേഫ് വർക്ക്. എന്താണ് അത് സൂചിപ്പിക്കുന്നത്? ഈച്ച് ആൻഡ് എവരിബഡി ഹാസ് ആൻ അതോറിറ്റി. ഓരോരുത്തർക്കും ഒരു അതോറിറ്റി ഉണ്ട്, ഒരു അധികാരമുണ്ട്. എന്തിനുള്ളത്? ടു സ്റ്റോപ്പ് ആൻ അൺസേഫ് വർക്ക്. നിങ്ങളൊരു അൺസേഫ് വർക്ക് കാണുകയാണെങ്കിൽ, സുരക്ഷ അല്ലാതെ ഒരു വർക്ക് ഒരാൾ ചെയ്യുന്നത് കാണുകയാണെങ്കിൽ, നിങ്ങൾക്ക് അത് സ്റ്റോപ്പ് ചെയ്യിപ്പിക്കാനുള്ള, അത് നിർത്തിക്കാനുള്ള അധികാരമുണ്ട്. നിങ്ങൾ അവിടുത്തെ മാനേജറോ MDയോ ആവണമെന്നില്ല. നിങ്ങൾ അവിടുത്തെ സൂപ്പർവൈസറോ സൂപ്പരിൻറ്റൻഡൻറ്റോ ആവണമെന്നില്ല. നിങ്ങൾ അവിടുത്തെ സാധാരണ വർക്കർ പോലും ആവണമെന്നില്ല. ഒരു ഹെൽപ്പറോ ഒരു ലേബറോ ആയിരുന്നാൽ പോലും നിങ്ങൾക്ക് ഒരു അധികാരമുണ്ടെന്നാണ് ആ കമ്പനിയുടെ ഫ്രണ്ട് ഗേറ്റിൽ എഴുതിയിരിക്കുന്നത്. അതിനുശേഷമാണ് നമ്മൾ കമ്പനിയുടെ പേരും മറ്റും അറിയുന്നത്. അത് സൂചിപ്പിക്കുന്നത് എന്താണ്? കമ്പനിയുടെ പേരല്ല വലുതാവേണ്ടത്. ഒന്നാം സ്ഥാനം സേഫ്റ്റിക്കാണ്. സേഫ്റ്റി ഇല്ലാതെ നിങ്ങൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കടക്കരുത്. അതിനായിട്ട് അധികാരപ്പെടുത്തിക്കൊണ്ട് ഒരു ചിഹ്നവും തന്നിട്ടുണ്ട്. ഇപ്രകാരം ഒരു അൺസേഫ് വർക്ക് ആരെങ്കിലും കണ്ടാൽ അവരോട് നിർത്താൻ ആവശ്യപ്പെടാൻ ഒരു അടയാളം കൂടിയുണ്ട്. അതായത് കൈകൾ രണ്ടും ഇൻഡു ആകൃതിയിൽ പിണച്ചു വയ്ക്കുക. ഇങ്ങനെ വെച്ച് അവരുടെ മുന്നിൽ നിന്ന് കഴിഞ്ഞാൽ ഏത് വ്യക്തിയാണോ ജോലി ചെയ്യുന്നത് അയാൾ ഒരു പക്ഷേ ബെൻഡിങ് ചെയ്യുകയായിരിക്കാം, അല്ലെങ്കിൽ വെൽഡിങ് ചെയ്യുകയായിരിക്കാം, അല്ലെങ്കിൽ ഡ്രില്ലിങ് ചെയ്യുകയായിരിക്കാം. എന്ത് ഓപ്പറേഷൻ ചെയ്യുന്ന വ്യക്തിയായാലും ആ നിമിഷം നിർത്തണം. നിർത്തിക്കഴിഞ്ഞാൽ ഉടൻ ഇദ്ദേഹം നിർത്തിച്ച വ്യക്തി പറഞ്ഞു കൊടുക്കണം എന്തുകൊണ്ട് ഞാൻ നിർത്തിച്ചുവെന്ന്. അല്ലാതെ ആരുടെയും ജോലി നിർത്തിക്കാനുള്ള അവകാശം ഒരാൾക്കുമില്ല. അങ്ങനെ നിർത്തിച്ചാൽ നിർത്തിക്കുന്ന വ്യക്തി സ്കിൽഡ് വർക്കർ എന്ന ലെവലിൽ നിന്ന് സെമി സ്കിൽഡിലേക്കല്ല, നോൺ സ്കിൽഡ് വർക്കറിലേക്കോ അതിന് താഴേക്കോ പോവുകയാണ്. കാരണം എന്താണ്? അവിടെ പ്രൊഡക്ഷൻ നിന്ന് പോവുകയാണ്. പ്രൊഡക്ഷൻ നിർത്താൻ ആർക്കും അധികാരമില്ല. അപ്പോൾ ഓർക്കുക, അൺസേഫ് വർക്ക് കണ്ടു കഴിഞ്ഞാൽ ഒരുപക്ഷേ ഒരാൾ ഗ്രൈൻഡിങ്ങിന് സമീപം ഇപ്രകാരം ഒരു സ്ക്രീൻ വെക്കാതെ ജോലി ചെയ്തത് കണ്ടാൽ അയാളെ നിർത്തിക്കാനുള്ള അധികാരം ഓരോരുത്തർക്കുമുണ്ട്. അല്ലെങ്കിൽ ബെൻഡിങ് നടക്കുന്ന ഒരു സ്ഥലത്ത്, ബെൻഡിങ് BENDING, ബെൻഡിങ്, മടക്കുന്ന ഓപ്പറേഷൻ, ഷീറ്റും പ്ലേറ്റും ബെൻഡ് ചെയ്യുന്ന ഓപ്പറേഷൻ, അവിടെ നടക്കുന്ന സ്ഥലത്ത് 4 വശത്തും വാർണിംഗ് ടേപ്പ് ഉണ്ടായിരിക്കണം. നിശ്ചിത വ്യക്തികൾക്ക് മാത്രമേ അതിലേക്ക് കടക്കാൻ പാടുള്ളൂ. ബെൻഡിങ്ങിനെ തുടർന്ന് ഷീറ്റ്, പ്ലേറ്റ് ഒരു വശം പൊങ്ങുന്നു, മറ്റൊരു വശം താഴുന്നു, അതൊക്കെ സംഭവിക്കുന്നുണ്ട്. ഇത് ആ മെഷീനുമായി ബന്ധമില്ലാത്ത ഒരു വ്യക്തിക്ക് അറിയില്ല. അതുകൊണ്ട് അങ്ങനെ ആ ജോലിയുമായി ബന്ധമില്ലാത്തവർ ആ ജോലി സ്ഥലത്തേക്ക് പോവരുത്, ദൂരെ നിന്ന് നോക്കിക്കാണാമല്ല. അപ്പോൾ ഓർക്കുക, അതേ സേഫ്റ്റിക്ക് പ്രാധാന്യമുണ്ട്. ഞാൻ ഗ്രൈൻഡിങ്ങിനെ കുറിച്ച് മാത്രമേ പറഞ്ഞുള്ളൂ. വെൽഡിങ്ങിനും ഇത് തന്നെയാണ്. മറ്റുള്ളവരുടെ സേഫ്റ്റിക്ക് വേണ്ടി എന്ത് ചെയ്യണം എന്ന് ഓർക്കുക. ഡ്രില്ലിങ്ങിൻ്റെ സ്ഥലത്തും ഇത് തന്നെയാണ്. മറ്റുള്ളവരുടെ സേഫ്റ്റിക്ക് വേണ്ടി എന്ത് ചെയ്യണമെന്ന് മനസ്സിലാക്കുക. അവർ സേഫായിരിക്കണം. നമ്മൾ സേഫായിരിക്കുന്നത് പോലെ അവരും സുരക്ഷിതരായിരിക്കണം. പിന്നെ പറയുന്ന സേഫ്റ്റിയാണ് ടൂൾസ് ആൻഡ് എക്യുപ്മെൻറ്റ്സ് സേഫ്റ്റി. അത് വാക്ക് സൂചിപ്പിക്കുന്നത് പോലെ
ടൂൾസിൻ്റെ സേഫ്റ്റിയാണ്, എക്യുപ്മെൻറ്റ്സിൻ്റെ സേഫ്റ്റിയാണ്. ടൂൾസ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? സ്കെയിൽ ഒരു ടൂളാണ്, കോമ്പസ് ഒരു ടൂളാണ്, ഹാമർ ഒരു ടൂളാണ്. ഇങ്ങനെ നിരവധി ടൂളുകളുണ്ട്. എക്യുപ്മെൻറ്റ്സ് എന്തൊക്കെയാണ്? വെൽഡിംഗ് സെറ്റ്, വെൽഡിംഗ് മെഷീൻ, അതൊക്കെ മെഷീൻ്റെ ഗണത്തിലാണ് ഉൾപ്പെടുന്നതെങ്കിലും എക്യുപ്മെൻറ്റ്സിൻ്റെ പരിധിയിൽ ഇപ്പോൾ മനസ്സിലാക്കുക. ഗ്രൈൻഡർ, ഡ്രില്ലിംഗ് മെഷീൻ, ഇപ്രകാരം ഒരുപാട് എക്യുപ്മെൻറ്റ്സ് ഉണ്ട്. കംപ്രസർ, ഇപ്രകാരം ഒരുപാട് എക്യുപ്മെൻറ്റ്സും നിങ്ങൾ വർക്ക് ചെയ്യുന്ന ലൊക്കേഷനിൽ ഉണ്ട്. അവയ്ക്കും നാശനഷ്ടങ്ങൾ വരരുത്. അതിൻ്റെ അർത്ഥം നിങ്ങൾ അതിൻ്റെ രാജാവായിരിക്കണം, അതിനെ ഭരിക്കുന്നവനായിരിക്കണം. അവർ നിങ്ങളെ ഭരിക്കാനിടവരരുത്. ഹാമർ നിങ്ങളെ ഭരിക്കാനിടവരരുത്. ചുറ്റിക നിങ്ങളെ ഭരിക്കാനിടവരരുത്. വെൽഡിംഗ് ഹെൽമെറ്റ് നിങ്ങളെ ഭരിക്കാനിടവരരുത്. നിങ്ങളാണ് ഭരിക്കേണ്ടത്. അതിൻ്റെ അർത്ഥം, ആ പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ വസ്തുവിൽ നമ്മൾ എക്സ്പെർട്ടായിരിക്കണം. ഈ വസ്തു കൊണ്ട്, അത് ഹാമർ ആവട്ടെ, കോമ്പസ് ആവട്ടെ, മറ്റെന്തെങ്കിലും ടൂളാവട്ടെ, ആ സ്പാനർ ആവട്ടെ, സ്ക്രൂ ഡ്രൈവർ ആവട്ടെ, ആ വസ്തു കൊണ്ട് ഏത് മെറ്റീരിയൽ എങ്ങനെ തൊടണം എന്ന് നാം അറിഞ്ഞിരിക്കണം. അതിനാണ് പറയുന്നത് ബി ദ ഡോക്ടർ ഓഫ് അയേൺ. ബി ദ ഡോക്ടർ ഓഫ് അയേൺ, ആയിരിക്കുക. എന്ത്? ഡോക്ടർ ഓഫ് അയേൺ. അയേണിൻ്റെ ഡോക്ടറായിരിക്കുക, ഇരുമ്പിൻ്റെ ഡോക്ടറായിരിക്കുക, ലോഹത്തിൻ്റെ ഡോക്ടറായിരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ഡോക്ടർ രോഗികളെ അറിയുന്നു. നാം രോഗിയുടെ, ഡോക്ടറല്ലാത്ത ഞാൻ, അല്ലെങ്കിൽ ഡോക്ടറല്ലാത്ത എന്നെ ശ്രമിക്കുന്ന നിങ്ങളിൽ ചിലർ രോഗിയുടെ ബാഹ്യ ശരീരം മാത്രമേ അറിയുന്നുള്ളൂ എങ്കിൽ ഒരു ഡോക്ടർ ആന്തരിക ശരീരം കൂടി അറിയുന്നു. ആ രോഗിയുടെ ഉള്ളിൽ എന്തൊക്കെയുണ്ട്, അത് ഏതെല്ലാം രീതിയിൽ പ്രവർത്തിക്കുന്നില്ല, ഏത് രീതിയിലാണ് നല്ല ശരീരത്തിൽ പ്രവർത്തിക്കേണ്ടത്, ഇതിനെക്കുറിച്ചെല്ലാം ഗ്രാഹ്യമുണ്ട്. അതുകൊണ്ട് ഈ രോഗിക്ക് എന്ത് മരുന്ന് കൊടുക്കണം, എത്ര അളവിൽ കൊടുക്കണം, എത്ര കുറഞ്ഞ അളവിൽ കൊടുക്കണം, എത്ര അളവിൽ കൊടുക്കരുത് എന്നതിനെക്കുറിച്ച് വ്യക്തമായ ജ്ഞാനം ഉത്തമനായ ഒരു ഡോക്ടർക്കുണ്ട്. ഉത്തമനല്ലെങ്കിൽ അദ്ദേഹത്തെ ഡോക്ടർ എന്ന് വിളിക്കുന്നതിലും കാര്യമില്ല. അപ്പോൾ നല്ല ഡോക്ടറിനെയാണ് ഞാനിവിടെ ഉദ്ദേശിക്കുന്നത്. നല്ല ഡോക്ടർക്ക് ഈ അറിവുണ്ട്. ഡോക്ടർ രോഗിയെ അറിയുന്നു. ഞാൻ ഡോക്ടർ അല്ലാത്ത കാരണം, എന്നെ ശ്രമിക്കുന്ന നിങ്ങളിൽ ചിലർ ഡോക്ടർ അല്ലാത്തത് കാരണം നമുക്കെല്ലാം ആ രോഗിയുടെ ബാഹ്യശരീരം മാത്രമേ കാണാൻ സാധിക്കുന്നുള്ളൂ. ബാഹ്യശരീരം കണ്ടുകൊണ്ട് അയാൾ വേദന കൊണ്ട് കരയുന്നുണ്ടെങ്കിൽ അയാൾക്ക് വേദനയുണ്ടെന്ന് പറയാനുള്ള കഴിവ് മാത്രമേ ഉള്ളൂ എനിക്ക്. പക്ഷേ ബാഹ്യശരീരത്തിനുള്ളിലുള്ള ആന്തരിക ശരീരത്തെ കാണുന്ന ഒരു ഡോക്ടർ എങ്ങനെ അറിയുന്നുവോ അതുപോലെ ഒരു ലോഹത്തെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഈ ലോഹത്തിൻ്റെ ഇന്ന വശത്ത് ഞാൻ ചവിട്ടിയാൽ ഇന്ന വശം പൊങ്ങും, അല്ലെങ്കിൽ ഇന്ന വശം താഴും. ഇന്ന വശത്ത് ഞാൻ ഇത്ര രീതിയിൽ ശക്തി കൊടുത്താൽ, ഫോഴ്സ് കൊടുത്താൽ, ബലം പ്രയോഗിച്ചാൽ ഇത്രയും ഭാഗം ഞെരിയും, അല്ലെങ്കിൽ ഇത്രയും ഭാഗം ബെൻഡാകും, അല്ലെങ്കിൽ ഇത്രയും ഭാഗം റോളാകും, അല്ലെങ്കിൽ അത് തിരിച്ചു വരും. ഇപ്രകാരമുള്ള ജ്ഞാനം ആർക്കുണ്ടാവണം? ഒരു സ്കിൽഡ് വർക്കർക്കുണ്ടാവണം. അതുകൊണ്ട് മാത്രമാണ് അദ്ദേഹത്തെ സ്കിൽഡ് വർക്കർ എന്ന് പറയുന്നത്. അല്ല എങ്കിൽ അയാൾ സ്കിൽഡ് വർക്കറല്ല. നിങ്ങൾ ഓരോരുത്തരും, അല്ലെങ്കിൽ നമ്മൾ ഓരോരുത്തരും ഒരു ജോലി സ്ഥലത്തായിരിക്കുന്നത്, അല്ലെങ്കിൽ ജോലി സ്ഥലത്തേക്ക് നമ്മളെ ഇൻ്റർവ്യൂ ചെയ്ത് ക്ഷണിക്കപ്പെട്ടത് നാം സ്കിൽഡ് വർക്കറാണെന്ന് ആ സ്ഥാപനത്തിൻ്റെ മേലധികാരി മനസ്സിലാക്കിയത് കൊണ്ടാണ്. ആ ധാരണ മാറ്റരുത്. അതിൻ്റെ അർത്ഥം വി ഹാവ് ടു ബി ദ ഡോക്ടർ ഓഫ് അയേൺ. നമ്മൾ അയേണിൻ്റെ, ലോഹത്തിൻ്റെ ഡോക്ടറായിരിക്കണം. ടൂൾസ്
ഒരു എക്യുപ്മെൻറ്റ്, ടൂൾസ് എഞ്ചിനീയറിംഗ് ഫീൽഡിൽ അത്യാവശ്യമായൊരു വസ്തുവാണ്. പലതരം ടൂൾസ് ഉണ്ട്. ഈ ടൂൾസിനെ കുറിച്ച് വ്യക്തമായ ധാരണ ഉണ്ടായിരിക്കണം. ഈ ഒരു ഹാമർ വെച്ച് ഇന്ന ഫോഴ്സിൽ, ഇന്ന ശക്തിയിൽ ഞാൻ ഇന്ന സ്ഥലത്തടിച്ചാൽ അത് ഇത്രയും ഭാഗം ബെൻഡായി കിട്ടും, അല്ലെങ്കിൽ ഇത്രയും ഭാഗം സ്ട്രെയിറ്റ് ആയി കിട്ടും. അല്ലെങ്കിൽ ഈ ഹാമർ വെച്ച് ഇപ്പോൾ ഞാൻ ഇന്ന ഫോഴ്സിലടിച്ചാൽ ഹാമറിലുള്ള, ചുറ്റുകയിലുള്ള രണ്ട് ഘടകങ്ങളായ ഇരുമ്പിൻ്റെ ഘടകവും മരത്തിൻ്റെ ഘടകവും ചേർന്നാണല്ലോ ഹാമർ രൂപം കൊള്ളുന്നത്. ഈ ഇരുമ്പിൻ്റെ ഘടകം മരത്തിൻ്റെ ഘടകത്തിൽ നിന്ന് തെറിച്ച് ദൂരെ തെറിച്ച് പോകും. ഇതിനെക്കുറിച്ചൊക്കെ ധാരണയുണ്ടാവണം. ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഒരു കുട്ടിക്ക് വലിയ ധാരണയായിരുന്നു എണ്ണുന്നതിൽ. അതായത് നമുക്കൊക്കെ കുറച്ച് കൊയിൻ എടുത്ത് മുകളിലേക്ക് ഇട്ടിട്ട്, ഒരു 3-4 കൊയിൻ ഇട്ടിട്ട് എടുത്ത് കയ്യിലെടുത്തിട്ട് മുകളിലേക്ക് ഇട്ടിട്ട് താഴെ എത്തുന്നതിന് മുമ്പ് 3 കൊയിനാണ് ഇട്ടിരിക്കുന്നതെങ്കിൽ മുകളിലേക്ക് പോകുന്ന ആ നിമിഷം എണ്ണിക്കൊണ്ട് 3 കൊയിൻ മുകളിലേക്ക് പോയി താഴെ എത്തുന്നതിന് മുമ്പ് നമുക്ക് പറയാൻ പറ്റും 3 കൊയിനെന്ന്. അല്ലെങ്കിൽ ചിലപ്പോൾ 4 പറ്റ പറയാൻ പറ്റും, ചിലർക്ക് 5 ഒക്കെ പറയാൻ പറ്റും. പക്ഷേ ഈ കുട്ടി 50 കൊയിനടുക്കെ എടുത്തിട്ട് മുകളിലേക്ക് എറിയും. നിലത്തെറി വരുമ്പോഴേക്കും അത് കൃത്യമായി പറഞ്ഞിരിക്കും. 49എന്നോ 51എന്നോ കൃത്യമായി പറഞ്ഞിരിക്കും. ഈ കുട്ടിയോട് ചോദിച്ചു, ഈ കഴിവ് എവിടെ നിന്ന് കിട്ടി? ആ കുട്ടിയും സാധാരണ ഒരു കുട്ടിയായിട്ടാണ് ജനിച്ചത്. പ്രാക്ടീസ് ചെയ്ത് ഒരെണ്ണമിട്ട് എണ്ണി തിട്ടപ്പെടുത്തി നിലത്തെത്തുമ്പോൾ 1 എന്ന് പറയാൻ പഠിച്ചു. പിന്നീട് ഇത് 2 എന്ന നിലയിലേക്കാക്കി, 3 എന്ന നിലയിലേക്കാക്കി. ഇന്നിപ്പോൾ വലിയൊരു കൊയിനുകൾ ആകാശത്തേക്ക് എറിഞ്ഞിട്ട്, ആകാശം എന്ന് പറഞ്ഞാൽ അധികം ദൂരത്തേക്കൊന്നും എറിയുന്നില്ല, കുറച്ച് ദൂരത്തേക്ക് എറിഞ്ഞിട്ട് അത് നിലത്തെത്തുന്നതിന് മുമ്പ് എറിഞ്ഞത് 49എന്നോ 48എന്നോ 47എന്നോ 52എന്നോ ഒക്കെ പറയാൻ സാധിക്കുന്നു കൃത്യമായിട്ട്. ഈ ഒരു ജ്ഞാനം നാം വളർത്തിയെടുക്കേണ്ടിയിരിക്കുന്നു, എക്സ്പെർട്ട് ആവേണ്ടിയിരിക്കുന്നു. ബി ദ ഡോക്ടർ ഓഫ് അയൺ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം, നിങ്ങൾ ഏത് ഫീൽഡിലാണോ വർക്ക് ചെയ്യുന്നത് ആ ഫീൽഡിലെ രാജാവായിരിക്കണം. ആ ഫീൽഡിനെ കുറിച്ച് അജഗജാന്തര അറിഞ്ഞിരിക്കണം. അറിവ് വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കണം. അത് ജനിച്ച് മരിച്ചാൽ പൊക്കുന്ന നിമിഷം വരെ നാം പഠിച്ചുകൊണ്ടേയിരുന്നാൽ പോലും പഠനം പൂർണ്ണമാകുന്നില്ല. ഫാബ്രിക്കേഷൻ ഫീൽഡിൽ ഏകദേശം 33 വർഷം ഞാൻ പൂർത്തിയാക്കാൻ പോകുകയാണ്. ഇപ്പോൾ എനിക്ക് തോന്നുന്നുണ്ട്, മഹാസാഗരമായ ഫാബ്രിക്കേഷൻ്റെ മുന്നിൽ ഒരു സ്പൂണിലെടുക്കാവുന്ന അത്രയും ജ്ഞാനം പോലും ഞാൻ എടുത്തിട്ടില്ലല്ലോ എന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അതിൻ്റെ അർത്ഥം കുറച്ചൊക്കെ ജ്ഞാനം എനിക്ക് വരാൻ തുടങ്ങി എന്നാണ്. ഇത് സൂചിപ്പിക്കാൻ ഞാനൊരു കഥ പറയാം. ഇക്കാലത്ത് 10ാം ക്ലാസ് പാസ്സാകുന്ന ഒരു കുട്ടിക്ക് അഹങ്കാരമാണ്. എന്താണ് അഹങ്കാരം? എനിക്കെല്ലാം അറിയാം, ഞാനെല്ലാം പഠിച്ചു, ഞാൻ സോഷ്യൽ സ്റ്റഡീസ് പഠിച്ചു, ഫിസിക്സ് പഠിച്ചു, കെമിസ്ട്രി പഠിച്ചു, മലയാളം ലിറ്ററേച്ചർ പഠിച്ചു, ഇംഗ്ലീഷ് ഗ്രാമർ പഠിച്ചു, ഹിന്ദി പഠിച്ചു, മാത്തമാറ്റിക്സ് പഠിച്ചു, ട്രിഗണോമെട്രി പഠിച്ചു, സിവിക്സ് പഠിച്ചു, എല്ലാം പഠിച്ചു. ഈ ഭൂമിയിൽ എന്തൊക്കെ വിഷയങ്ങളുണ്ടോ അതിനെക്കുറിച്ചെല്ലാം ഞാൻ പഠിച്ചു കഴിഞ്ഞു. എനിക്ക് നല്ല നോളജുണ്ട്. നെഞ്ചുയർത്തി നിൽക്കും, തല ഉയർത്തി നിൽക്കും. ഈ കുട്ടി 10ാം ക്ലാസ് കഴിഞ്ഞ് പിന്നെ എങ്ങോട്ടാണ് പോകുന്നത്? +1 +2 അല്ലേ? +1 +2 പോകുമ്പോൾ ഈ കുട്ടി എന്താ പഠിക്കുന്നത്? ഈ പറഞ്ഞ എല്ലാം പഠിക്കുന്നുണ്ടോ? ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും മാത്തമാറ്റിക്സും സിവിക്സും ഹിസ്റ്ററി എല്ലാം പഠിക്കുന്നുണ്ടോ? ഇല്ല. ഈ പറഞ്ഞ നിരവധി സബ്ജക്റ്റുകളിൽ ഏതെങ്കിലും ഒരു വിഷയമാണ്
കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കുന്നത്, അതിൽ ഏകാഗ്രത വെച്ച് പഠിക്കുകയാണ്. അതായത് ചിലപ്പോൾ മാത്തമാറ്റിക്സ് എന്നുള്ള വിഷയമായിരിക്കും എടുക്കുന്നത്, അതിനോടൊപ്പം അതുമായി ബന്ധപ്പെട്ട 1-2 വിഷയങ്ങളും കൂടി ഉണ്ടാവും. അല്ലാതെ എല്ലാ വിഷയങ്ങളും പഠിക്കുന്നില്ല. പക്ഷേ ഇപ്പോൾ മാത്തമാറ്റിക്സിനെ കുറിച്ചാണ് പഠിക്കുന്നതെങ്കിൽ അതിനെക്കുറിച്ച് ഗഹനമായിട്ടാണ് പഠിക്കുന്നത്. 10ാം ക്ലാസ് വരെ പഠിച്ചിട്ടില്ലാത്തതിൽ നിന്ന് വ്യത്യസ്തമായ പഠനങ്ങളാണ് മാത്തമാറ്റിക്സിനെ കുറിച്ച് +1-ലും +2-ലും പഠിക്കുന്നത്. +1 +2 പഠിച്ച് പാസ്സായി കഴിയുമ്പോൾ 10ാം ക്ലാസ് പാസ്സായപ്പോൾ ഉണ്ടായുള്ള അഹങ്കാരം ഇപ്പോഴില്ല, ലേശം കുറഞ്ഞു. എന്താണ്? എനിക്ക് അത്രയ്ക്ക് അറിവില്ല എന്നുള്ളൊരു ചെറിയൊരു തോന്നലുണ്ടായി. ഞാൻ എല്ലാം പഠിച്ചിട്ടില്ല, ബയോളജിയും സിവിക്സും മലയാളം ലിറ്ററേച്ചറും ഹിന്ദി ഗ്രാമറും എല്ലാം ഞാൻ പഠിച്ചിട്ടില്ല. ഏതാണ്ട് മാത്തമാറ്റിക്സോ അതുമായി ബന്ധപ്പെട്ട 1-2 വിഷയങ്ങൾ മാത്രമേ പഠിച്ചിട്ടുള്ളൂ. പക്ഷെ പഠിച്ചതിൽ സമഗ്രമായിട്ട് പഠിച്ചു. അപ്പോൾ ഇത്രയും സമഗ്രമായിട്ട് ഈ ഒരു വിഷയത്തെക്കുറിച്ച് മാത്രം ഞാൻ പഠിച്ചുവെങ്കിൽ ഈ പറഞ്ഞ മറ്റു വിഷയങ്ങൾ, 10ാം ക്ലാസ്സിലുള്ള മറ്റു വിഷയങ്ങൾ, അവയെക്കുറിച്ചും സമഗ്രമായിട്ട് പഠിക്കാനില്ലേ? അപ്പോൾ എനിക്ക് അത്രയ്ക്ക് നോളജ് ഇല്ല, ഇത്തിരി നോളജ് കുറവാണെന്ന് +1 +2 പാസ്സായി കഴിയുമ്പോൾ തോന്നും. ഈ കുട്ടി നാളെ ഡിഗ്രിക്ക് പോവുകയാണ്. അവിടെ എന്താണ് പഠിക്കുന്നത്? ഈ പറഞ്ഞ വിഷയം +2-ന് പഠിച്ച എല്ലാ വിഷയങ്ങളും പഠിക്കുന്നുണ്ടോ? അവിടെയും കോൺസെൻട്രേറ്റ് ചെയ്യുകയാണ്. ഏകാഗ്രത, ഒരു വസ്തുവിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് ഏകാഗ്രതയോട് പഠിക്കുകയാണ്. മാത്തമാറ്റിക്സിനുള്ളിലുള്ള ഏതെങ്കിലും ഒരു സബ്ജക്റ്റിനെ കുറിച്ചായിരിക്കാം കൂടുതൽ ഗഹനമാകുന്നത്. അവിടെ പ്രീ ഡിഗ്രിക്ക് പഠിച്ച എല്ലാ സബ്ജക്റ്റുകളും അവിടെ വരുന്നില്ല. പക്ഷേ എന്തിനെക്കുറിച്ച് പഠിക്കുന്നുവോ അതിനെക്കുറിച്ച് ഗഹനമായി പഠിക്കുന്നു. +2-ന് പഠിക്കാത്തതിനേക്കാളും കൂടുതൽ പഠിക്കുന്നു, 3 വർഷത്തോളം പഠിക്കുന്നു. അപ്പോൾ വീണ്ടും കുഞ്ഞിന് തോന്നുകയാണ്, +2 പാസ്സായപ്പോൾ ഉണ്ടായ ലഘു അഹങ്കാരം അവിടെ വെച്ച് കുറഞ്ഞിട്ടുണ്ട്. ആ അഹങ്കാരം പോലും കുറയുകയാണ് ഡിഗ്രി പാസ്സാവുമ്പോൾ. ഈ കോൺസെൻട്രേറ്റ് ചെയ്യപ്പെട്ട സബ്ജക്റ്റിന് സമാനമായി എത്രയോ വിഷയങ്ങൾ +2 ലെവലിലുണ്ട്. അപ്രകാരം എത്രയോ വിഷയങ്ങൾ വീണ്ടും ഇരട്ടിക്കുകയാണ് 10ാം ക്ലാസ്സിലെ സബ്ജക്റ്റുകളിൽ, ഓരോ സബ്ജക്റ്റുകളിലും. ഈ അഹങ്കാരം, 10ാം ക്ലാസ്സിലുള്ള അഹങ്കാരം +2 പാസ്സാകുമ്പോൾ വീണ്ടും കുറഞ്ഞു, ഡിഗ്രി പാസ്സാകുമ്പോൾ വീണ്ടും കുറഞ്ഞു, പോസ്റ്റ് ഗ്രാജുവേഷൻ പാസ്സാകുമ്പോൾ വീണ്ടും കുറഞ്ഞു. കാരണം അവിടെ വീണ്ടും കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കുകയാണ്. ഒരു നിശ്ചിത ചെറിയ സബ്ജക്റ്റ് വീണ്ടും വീണ്ടും ചെറുതായി വരുന്നു. പക്ഷെ എത്ര ചെറുതായി വരുന്നു അതിനെക്കുറിച്ച് ഗഹനമായി പഠിക്കുന്നു. അവസാനം ഈ കുട്ടി പഠിക്കുന്നത് ഡോക്ടറേറ്റ് എടുക്കാൻ പോവുകയാണ്. എന്താണ് ഡോക്ടറേറ്റ് എടുക്കുന്ന വിഷയം? ഒരു മൈന്യൂട്ടായിട്ടുള്ള സബ്ജക്റ്റ് ആയിരിക്കില്ലേ? മാത്തമാറ്റിക്സ് സംബന്ധമായിട്ടാണെങ്കിൽ അതിലുള്ളൊരു മൈന്യൂട്ടായിട്ടുള്ള സബ്ജക്റ്റിനെ കുറിച്ച് മാത്രമായിരിക്കും ഗവേഷണം നടത്തുന്നത്. എല്ലാ വിഷയങ്ങളുമില്ല. ഇതുപോലെ ഒരു ചെറിയ വിഷയത്തെക്കുറിച്ച് ഡോക്ടറേറ്റ് എടുക്കാൻ പറ്റിയ രീതിയിൽ ഗഹനമായി പഠിക്കാൻ പറ്റുമെങ്കിൽ എത്ര വിഷയങ്ങൾ ഡോക്ടറേറ്റിനായിട്ട് കിടക്കുന്നുണ്ട്. വ്യത്യസ്തമായ പോസ്റ്റ് ഗ്രാജുവേഷൻ പഠിക്കുന്നവരുടെ വിഷയങ്ങൾ തട്ടിച്ചു നോക്കുമ്പോൾ അത്രയും വിഷയങ്ങൾ പോസ്റ്റ് ഗ്രാജുവേഷൻ എന്ന നിലയിലുണ്ടെങ്കിൽ അതിലും എത്രയോ വിഷയങ്ങൾ വ്യത്യസ്ത വിഷയങ്ങളിൽ ഡിഗ്രി ലെവലിൽ പഠിക്കുന്നവർക്ക് പഠിക്കാനുണ്ട്. അതിലും എത്രയോ വിഷയങ്ങൾ +2 ലെവലിൽ പഠിക്കുന്നവരുമായി ബന്ധപ്പെട്ട് ഡോക്ടറേറ്റ് എടുക്കാനുണ്ട്. അതിലും എത്രയോ വിഷയങ്ങൾ ഡോക്ടറേറ്റ് എടുക്കാനുണ്ട്. 10ാം ക്ലാസ്സിൽ പാസ്സായ മലയാള ഗ്രാമറിനെക്കുറിച്ചും ഇംഗ്ലീഷ് ലിറ്ററേച്ചറിനെക്കുറിച്ചും ഹിന്ദി സാഹിത്യത്തെക്കുറിച്ചും ഫിസിക്സിനെക്കുറിച്ചും കെമിസ്ട്രിയെക്കുറിച്ചുമൊക്കെ. അപ്പോൾ പറഞ്ഞു വരുന്നത് ജ്ഞാനം വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കുക. അത് ജോലിയെ അനായാസം പ്രവർത്തിക്കാൻ സാധിപ്പിക്കും എന്നതോടൊപ്പം സുരക്ഷയോടുകൂടി ചെയ്യാൻ സാധിക്കും. കാരണം അതിൽ എക്സ്പെർട്ടാവുകയാണ്. ഇന്ന സ്ഥലത്ത് ഞാൻ പ്രസ് ചെയ്താൽ ഇന്ന ഫോഴ്സിൽ ഇത്രയും ഭാഗം താഴും, അല്ലെങ്കിൽ ഇത്രയും ഭാഗം ഞെരിഞ്ഞമരും, അല്ലെങ്കിൽ ഇത്രയും ഭാഗം നശിച്ചു പോകും, അല്ലെങ്കിൽ ഇത്രയും ഭാഗം റിട്ടേണായി തിരിച്ചു വരും എന്നുള്ള ജ്ഞാനം. അത് ഓരോ ടൂളിനെ കുറിച്ചും ഉണ്ടാവണം, കോമ്പസിനെ കുറിച്ചുണ്ടാവണം, സ്കെയിലിനെ കുറിച്ചുണ്ടാവണം. ഒരു കുഞ്ഞ് മുകളിലേക്ക്
കുറേ നാണയങ്ങളിട്ട് താഴെ വരുമ്പോഴേക്കും അതെത്രയെന്ന് പറയാൻ സാധിക്കുന്ന തരത്തിൽ ജ്ഞാനമുണ്ടായതുപോലുള്ളൊരു ജ്ഞാനം വർദ്ധിപ്പിച്ചെടുക്കണം. ഏത് ഫീൽഡിലുള്ളവരാരും, ഞാൻ എഞ്ചിനീയറിംഗ് ഫീൽഡിലുള്ളവരെ കുറിച്ചാണ് കൂടുതൽ സംസാരിക്കുന്നത്. അതുകൊണ്ട് എഞ്ചിനീയറിംഗ് ഫീൽഡിലുള്ളവരെ എക്സ്പെർട്ടാക്കാനുള്ള വഴികളാണ് ഞാൻ പറഞ്ഞു കൊടുക്കുന്നത്. പക്ഷേ എന്നെ ശ്രമിക്കുന്നവരെല്ലാവരും എഞ്ചിനീയറിംഗ് ഫീൽഡുമായി ബന്ധപ്പെട്ടവരല്ല എന്നെനിക്കറിയാം. നിങ്ങൾ അടുക്കളയിലാണ് ജോലി ചെയ്യുന്നതെങ്കിൽ അടുക്കളയുമായി ബന്ധപ്പെട്ട രംഗത്ത് അഭിവൃദ്ധി പ്രാപിക്കാനാണ് ശ്രമിക്കേണ്ടത്. ഇന്ന് ആർക്കാണ് അടുക്കളയിൽ അഭിവൃദ്ധി പ്രാപിക്കാൻ ആഗ്രഹമുള്ളത്? ഏതെങ്കിലും ഒരു സ്ത്രീക്ക് ആഗ്രഹമുണ്ടോ? അടുക്കളയിൽ ജോലി ചെയ്യുക എന്ന് പറയുന്നത് എന്തോ അപമാനകരമായൊരു കാര്യമായി ചിന്തിച്ചുകൊണ്ട് ഒരു പുതിയ പഴഞ്ചൊല്ലി ഉണ്ടാക്കിയെടുത്തിരിക്കുകയാണ്, അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക്. എന്താണ് അടുക്കളയ്ക്ക് കുഴപ്പം? എത്ര സ്ത്രീകൾക്ക് നേരെ ചൊവ്വേ ഒരു ഭക്ഷണം പാചകം ചെയ്യാനറിയാം? ഭക്ഷണം പാചകം ചെയ്യുക എന്ന് പറയുന്നത് ദൈവം ആദ്യമായി ഏൽപ്പിച്ച കടമ പുരുഷനോടല്ല എന്ന് പറഞ്ഞാൽ ഇൻകിലാബ് വിളിച്ച് സ്ഥിരം നടക്കുന്ന ഏതെങ്കിലും സ്ത്രീകൾ എനിക്കെതിരെ ഇൻകിലാബ് വിളിക്കുമെന്നറിയാം. വിഷയം അതല്ല. ടൂൾ ബോക്സ് ടോക്ക് ആയത് കാരണം ഞാൻ അതിനെക്കുറിച്ച് സമഗ്രമായിട്ട് പറയാതെ ഒറ്റ വാക്യം, 2-3 വാക്യത്തിൽ പറഞ്ഞ് നിർത്താം. അതായത് ദൈവത്തെക്കുറിച്ച് പറഞ്ഞല്ലോ. അതുകൊണ്ട് ദൈവം സൃഷ്ടിച്ചു എന്ന് പറയുന്നത് 2 മതഗ്രന്ഥങ്ങൾ അല്ലെങ്കിൽ 3 മതഗ്രന്ഥങ്ങൾ, ക്രിസ്തു മതത്തിലും ഇസ്ലാം മതത്തിലും യഹൂദ മതത്തിലും പറയുന്നത് ആദ്യമായി സൃഷ്ടിച്ച മനുഷ്യർ ആദം എന്ന പേരിലുള്ള ഒരു പുരുഷനെയും ഹൗവ എന്ന പേരിലുള്ള ഒരു സ്ത്രീയെയുമാണെന്ന് പറയുന്നുണ്ട്. ഹൗവ സൃഷ്ടിക്കപ്പെട്ടപ്പോൾ സന്തോഷിച്ചത് ഏകനായിരുന്ന ആദമായിരുന്നു. അതുവരെ ആദം ഫലങ്ങൾ ഭക്ഷിച്ചുകൊണ്ട് ജീവിച്ച ഒരു വ്യക്തിയായിരുന്നു. അതിൽ സംതൃപ്തി അടയുകയും ചെയ്തിരുന്നു. പക്ഷെ ഏകനായിരുന്നത് കൊണ്ടാണ് ദൈവം ആദത്തെ ഉറക്കിക്കിടത്തി വാരിയല്ലിൽ നിന്ന് സ്ത്രീയെ സൃഷ്ടിച്ചത്, ഹൗവയെ സൃഷ്ടിച്ചതെന്ന് പറയുന്നു. പക്ഷേ ഹൗവയെ സൃഷ്ടിച്ചപ്പോൾ ഹൗവ ഒരു കുഞ്ഞു പെൺകുട്ടിയായിട്ടല്ല ജനിച്ചത്. ഒരമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വരുന്ന ഒരു കുഞ്ഞു കുട്ടിയെപ്പോലെയല്ല ഹൗവ ജനിച്ചത്. നല്ല ഒത്ത യുവതിയായിട്ടാണ് ജനിച്ചത്. അംഗലാവണ്യമുള്ള ഒത്ത യുവതി, ഒത്ത പൊക്കവും ഒത്ത വണ്ണവും ശരീരപുഷ്ടിയുമുള്ള ലോകത്തിൽ ഇന്നോളം ഉണ്ടായിട്ടുള്ള സൗന്ദര്യധാമമായിട്ടായിരുന്നു ഹൗവ ജനിക്കപ്പെട്ടത്. ഇനി ചില വ്യത്യാസങ്ങൾ കൂടി ഉണ്ടായിരുന്നു ഹൗവയ്ക്ക്. ആർത്തവം എന്ന ഒന്ന് ഹൗവയ്ക്കില്ലായിരുന്നു എന്ന്. വിഷയത്തിൽ നിന്ന് അകന്നു പോകുന്നു എന്നുള്ളത് കൊണ്ട് ഞാൻ വളരെ വേഗത്തിൽ പറഞ്ഞു നിർത്തുകയാണ്. ആർത്തവം എന്ന ഒരു പ്രതിഭാസം ഹൗവ ജനിക്കുമ്പോൾ ഉണ്ടായിരുന്നില്ല. ഉത്തമ യുവതിയായിട്ടാണ് ജനിച്ചതെങ്കിലും ശരീരപുഷ്ടിയുള്ള, മലയാള ഭാഷയിൽ പറഞ്ഞ തലയും മുലയും വളർന്ന നല്ലൊരു പെണ്ണായിട്ടാണ് ജനിച്ചതെങ്കിലും ആർത്തവം എന്ന ഒരു ദുർഗന്ധം ഹൗവയ്ക്കുണ്ടായിരുന്നില്ല. അപ്രകാരം തന്നെ വേറൊരു ഗുണം കൂടി ഹൗവയ്ക്കുണ്ടായിരുന്നു. ഹൗവയുടെ നെഞ്ചിലെ സ്തനങ്ങളിൽ നിന്ന് നിരന്തരം പാൽ പുറപ്പെട്ടിരുന്നു. ഒരു കുഞ്ഞിന് ജന്മം കൊടുത്തിരുന്നില്ല, എന്നാൽ പോലും ഹൗവയുടെ നെഞ്ചിലെ സ്തനങ്ങളിൽ പാലുണ്ടായിരുന്നു. അത് ആദം തിരിച്ചറിഞ്ഞത് ഇവർ വലിയ പ്രണയത്തിലായിരുന്നു. ഹൗവയെ കിട്ടിക്കഴിഞ്ഞപ്പോൾ വലിയ സന്തോഷത്തിലായിരുന്നു. ഇതൊരു കഥയാണ് കേട്ടോ, കഥയാണെന്ന് ഓർക്കണം. ഇത് ബൈബിളിലുള്ളതല്ല, ഖുറാനിലുള്ളതല്ല, ജൂത വിശുദ്ധ ഗ്രന്ഥത്തിലുള്ളതല്ല, കഥയാണ്. എങ്കിലും ആ കഥയ്ക്ക് വലിയ സ്ഥാനവുമുണ്ട്. അപ്പോൾ ഓർക്കുക, ആർത്തവമുണ്ടായിരുന്നില്ല, എന്നാൽ സ്തനങ്ങളിൽ പാലുണ്ടായിരുന്നു, പ്രസവിക്കാതെ പാലുണ്ടായിരുന്നു. അപ്പോൾ പ്രണയത്തിൽ പലപ്പോഴും ആശ്വസിച്ച് കെട്ടിപ്പിടിച്ച് നെഞ്ചിൽ, ഹൗവയുടെ നെഞ്ചിൽ ഒരിക്കൽ ഉറങ്ങുമ്പോൾ സ്തനങ്ങളിലൂടെ ആദത്തിൻ്റെ തലയുടെ സ്പർശനമേറ്റ് മർദ്ദമേറ്റ് സ്തനങ്ങളിൽ നിന്ന് പാല് പുറത്തേക്ക് ഒഴുകാൻ തുടങ്ങി. ആദ്യമായാണ് ഇപ്രകാരം ഒരു പ്രതിഭാസം ആദം കാണുന്നത്. ഹൗവയും അപ്പോഴാണ് തിരിച്ചറിയുന്നത്.
മറ്റു പാനീയങ്ങളായിരുന്നു അതുവരെ കുടിച്ചിരുന്നത് ആദം. തെളിനീർ ജലമുണ്ടായിരുന്നു പുഴയിൽ, ഏദൻ തോട്ടത്തിലൂടെ ഒഴുകുന്ന തെളിനീർ ജലമുണ്ടായിരുന്നു. അത് തന്നെ സുഗന്ധമാണ്. അല്ലാതെ തന്നെ ഫലവൃക്ഷങ്ങൾക്ക് ഒരുപാട് ചാറു വരുന്ന ഫലങ്ങൾ കിട്ടുന്ന മരങ്ങളുണ്ടായിരുന്നു. ഇന്നാണ് ആ ഫലവൃക്ഷങ്ങളൊക്കെ ഇല്ലാതായത്, മനുഷ്യൻ്റെ തിന്മ വർദ്ധിച്ചപ്പോൾ. അപ്പോൾ തെളിനീരിനെക്കുറിച്ച് ഓർമ്മ വന്ന ആദം ആദ്യമായി പാല് കുടിച്ചു. അതിനുള്ള മാധുര്യവും അത് നൽകിയ സന്തോഷവും ഒരു കുഞ്ഞു കുട്ടിക്ക് ഉണ്ടായ അനുഭവമാണ്. കുഞ്ഞുകുട്ടി എത്ര ആഹ്ലാദത്തോടു കൂടിയാണ് ഒരു മുലപ്പാൽ കുടിക്കുന്നത്. അതിന് ഐസ്ക്രീമിൻ്റെ അത്രയും രുചിയില്ലായിരിക്കാം, എന്നാൽ പോലും അതിന് ഒരു ടെൻഡൻസിയാണ് എപ്പോഴും അമ്മയുടെ മാറിലേക്ക് മുഖം കൊണ്ടു ചെല്ലുക, വായ തുറന്ന് മുലപ്പാൽ കുടിക്കുക എന്നുള്ളത്. കുഞ്ഞുകുട്ടി ആരും അതിനെ പഠിപ്പിച്ചു കൊടുത്തിട്ടില്ലെങ്കിലും പാമ്പിൻ കുഞ്ഞുങ്ങൾ ജനിച്ച ഉടൻ തന്നെ ഇഴയാൻ അതിനെ പഠിപ്പിച്ചിട്ടില്ലെങ്കിൽ അത് ഇഴയുന്നത് പോലെ ഓരോ മൃഗങ്ങളും ഓരോ പക്ഷികളും ഓരോ ജീവികളെയും അപ്രകാരം അതിൻ്റെ പ്രത്യേകതകൾ, തവളയെ ചാടാൻ പഠിപ്പിച്ചിട്ടില്ലാത്തതുപോലെ, പല്ലിയെ മുകളിലൂടെ നടക്കാൻ പഠിപ്പിച്ചിട്ടില്ലാത്തതുപോലെ അതെല്ലാം ചെയ്യുകയാണ്, ജനിച്ച ഉടൻ തന്നെ ചെയ്യാൻ തുടങ്ങുകയാണ്. അതുപോലെ ആദം ഈ പാല് കുടിക്കുന്ന സ്വഭാവം ജീവിതത്തിൽ തുടങ്ങി. അപ്പോൾ ഫലങ്ങളിൽ നിന്ന് കിട്ടുന്നതിനേക്കാളും കൂടുതൽ മാധുര്യം ആദത്തിന് അനുഭവപ്പെട്ടു. ഞാൻ പറഞ്ഞു വന്നത്, കുട്ടി, ജനിച്ചു വളർന്ന കുട്ടി മുലപ്പാലിനെക്കുറിച്ച് അറിയില്ല, സ്തനങ്ങളെക്കുറിച്ച് അറിവില്ല, എങ്കിലും അത് മുഖം കൊണ്ടു ചെല്ലുന്നത് അങ്ങോട്ടേക്കാണ്, വായ് തുറക്കുന്നത് അങ്ങോട്ടേക്കാണ്. അതിന് ആ കഴിവ് കിട്ടിയത് ജനിക്കുന്ന പാമ്പുകൾ ഇഴയാൻ തുടങ്ങുന്നത് പോലെയാണ്, ജനിക്കുന്ന പല്ലികൾ മുകളിലൂടെ താഴെ വീഴാതെ നടക്കാൻ തുടങ്ങുന്നത് പോലെയാണ്, പക്ഷികൾ പറക്കാൻ തുടങ്ങുന്നത് പോലെയാണ് ഞാൻ പറഞ്ഞു. അപ്പോൾ ആ ഒരു കഴിവ് ആദത്തിനും കിട്ടി. ആദവും കുടിച്ചു തുടങ്ങി. ഒന്നാമത്തെ ഭക്ഷണം, വിശുദ്ധമായ ഭക്ഷണം,